പാകിസ്ഥാനിൽ ട്രെയിൻ തട്ടിയെടുത്ത് ബന്ദികളാക്കിയവരിൽ 104 പേരെ മോചിപ്പിച്ചു. 100-ലേറെ പേർ ബന്ദികളായി ഇപ്പോഴും തുടരുന്നതായാണ് വിവരം. 16 ഭീകരരെ വധിച്ചതായി പാക് സേന അറിയിക്കുകയും ചെയ്തു. ആക്രമണത്തിൽ 30-ൽ-അധികം സൈനികർ കൊല്ലപ്പെട്ടതായാണ് വിവരം. ബലൂചിസ്ഥാനിൽ സായുധ സംഘം ആണ് ജാഫർ എക്സ്പ്രസ് ട്രെയിൻ തട്ടിയെടുത്തത്. സംഭവത്തിൽ പാകിസ്ഥാൻ സർക്കാർ തടവിലാക്കിയ ബലൂച്ച് രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടാണ് വിമതർ മുന്നോട്ട് വന്നിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി അപർണ കുറുപ്പാണ് ചേരുന്നത്. അപർണ, ഇതിനോടകം തന്നെ 100-ലധികം പേരെ മോചിപ്പിച്ചു എന്നുള്ളതാണ്. ഏത് നിലയിൽ ആണ് ഈ മോചന നീക്കങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്? അഭിലാഷ്, ഇന്നലെ രാവിലെ 9 മണിക്കാണ് ഈ ജാഫർ എക്സ്പ്രസ് യാത്രക്കാരെ ബന്ദികളാക്കുന്ന ആ ഘട്ടത്തിലേക്ക് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി കടക്കുന്നത്. ഇപ്പോൾ 24 മണിക്കൂർ കടക്കുമ്പോൾ പുറത്തു വരുന്ന വിവരമെന്ന് പറയുന്നത് 450-ഓളം യാത്രക്കാർ ജാഫർ എക്സ്പ്രസ്സിലുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വറ്റയിൽ നിന്ന് പെഷവാറിലേക്ക് പോകുന്ന ട്രെയിനിൽ നിന്നാണ് യാത്രക്കാരെ ബന്ദികളാക്കിയത്. ഈ 450-ൽ 104 പേരെ മോചിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. 300-ലേറെ പേർ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു വാദം പുറത്തിട്ട് വരുമ്പോൾ, എന്നാൽ കുറച്ച് ആൾക്കാരെ തട്ടി ബന്ദികളാക്കിക്കൊണ്ട് തന്നെ പർവ്വത നിരകളിലേക്ക് കടന്നിരിക്കുകയാണ് BLI, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്നുള്ളൊരു സൂചനകളും വരുന്നു. ഇതിനകത്ത് പാകിസ്ഥാൻ സർക്കാർ വളരെ വ്യക്തമായിട്ട് ഇതിൽ എല്ലാ വിവരങ്ങളും ഈ നിമിഷം വരെ മുഴുവനായി പുറത്തുവിട്ടിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ 30ഓളം സൈനികർ, സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 16ഓളം വിഘടനവാദികൾ, മിലിറ്റൻസും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതൊരു പർവ്വത മേഖലയാണ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാന്റെയും ഇറാന്റെയും അതിർത്തി മേഖലയാണ്. അതുകൊണ്ട് തന്നെ പാക് സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം മുന്നേറുക അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതാണ് ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏറ്റവും അധികം വെല്ലുവിളിയായി നിൽക്കുന്ന ഒരു സാഹചര്യം. ഇത് ഈ ഭൂപ്രകൃതി അടിസ്ഥാനമാക്കി, അല്ലെങ്കിൽ ഇത് സഹായകമാക്കി തന്നെയാണ് ഈ ട്രെയിൻ തട്ടിയെടുക്കൽ കൂടി നടന്നത്. ഇതൊരു തുരങ്കത്തിന്റെ അടുത്തെത്തുന്ന സമയത്ത് അതിന്റെ ഒരു ട്രക്ക് തകർക്കുക, 9 ബോഗികളാണ് ഉണ്ടായിരുന്നത്. ഒരു ട്രക്ക് തകർത്തുകൊണ്ട് ലോക്കോ പൈലറ്റിനെ വെടിവെച്ചു കൊന്നു. അതിനുശേഷമാണ് ഈ ട്രെയിൻ തട്ടിയെടുക്കുന്നത്. തുരങ്കത്തിനടുത്തെത്തുമ്പോഴാണ് ആ ഭൂപ്രകൃതി കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് എത്ര പേരെയാണ് ബന്ദികളാക്കിയിട്ടുള്ളത്, എന്താണ് സ്ഥിതി എന്ന് തിരിച്ചറിയാൻ പാകിസ്ഥാൻ സർക്കാരിന് കഴിഞ്ഞില്ല. സമയങ്ങൾ എടുത്തുകൊണ്ടാണ് പിന്നീട് രക്ഷാപ്രവർത്തനത്തിലേക്ക് കടന്നത്. അപ്പോഴും ഒരു കൃത്യമായിട്ട് BLI മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കം നടത്തുകയാണെങ്കിൽ ഞങ്ങളുടെ പക്കലുള്ള ബന്ദികളെ വധിക്കും എന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മാർഗമില്ലാത്തത് കൊണ്ട് സൈന്യം ഈ വ്യോമാക്രമണം നടത്തി. ആ തരത്തിലാണ് ഈ 104 പേരെ മോചിപ്പിച്ചിരിക്കുന്നത്. ഈ എത്ര പേര് ബന്ദികളായിട്ടുള്ള ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ വരാത്തത്. ആ വിവരം പുറത്തുവിട്ടിട്ടില്ല. ഈ സൈനിക ആക്രമണത്തിന് തൊട്ടുപിറകെയായിട്ട് ജിയാൻഡ് ബലൂചിസ്ഥാൻ BLIയുടെ നേതാവ് പറഞ്ഞിരിക്കുന്നത് 10ഓളം ബന്ദികളെ ഉടനടി വധിക്കും എന്നുള്ളൊരു മുന്നറിയിപ്പ് വന്നിട്ടും സമയമായിട്ടുണ്ട്. ആ തരത്തിൽ ബന്ദികളെ വധിച്ചിട്ടുണ്ടോ, അങ്ങനെ ഒരു താക്കീത് പാകിസ്ഥാൻ സർക്കാർ നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഇതുവരെ പാകിസ്ഥാൻ സർക്കാർ സ്ഥിരീകരിച്ചിട്ടില്ല. എമർജൻസി ഡെസ്കുകൾ രാജ്യമൊട്ടാകെ സജ്ജീകരിക്കുകയാണ്. ഇവരുടെ ബന്ദികളാക്കിയ യാത്രക്കാരുടെ ബന്ധുക്കൾക്ക് വിവരങ്ങൾ അറിയാനായിട്ട്. 300-നടുത്ത ആൾക്കാർ, ഇപ്പം 450 എന്ന് പറയുമ്പോൾ 300ഓളം ആൾക്കാർ സേഫാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ വിവരങ്ങൾ പുറത്തേക്ക് വിട്ടിട്ടില്ല. അതായത് 104 പേരെ മോചിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും എത്ര പേർ, ആരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടോ, എത്ര ബാക്കിയുള്ളവർ എവിടെയാണ്, അല്ലാത്തവർ ഈ ട്രെയിനകത്ത് തന്നെയാണ്, ട്രെയിൻ അടക്കം നശിപ്പിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പൊക്കെ ഒരു വശത്തു നിന്നുണ്ട്. അത് സംഭവിക്കുന്നുണ്ടോ എന്ന കാര്യത്തിലൊക്കെ പൂർണ്ണമായിട്ട് വിവരങ്ങൾ വരാനുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബലൂചിസ്ഥാൻ BLIക്ക് വേണ്ടി, അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ എന്ന ആവശ്യത്തിന് വേണ്ടി പോരാടിയ പാകിസ്ഥാൻ സൈന്യം ജയിലിലാക്കിയിരിക്കുന്നവരെ വിട്ടയക്കണം എന്നുള്ള ആവശ്യമായിരുന്നു പ്രധാനമായിട്ടും BLI ഇങ്ങനൊരു യാത്രക്കാരെ ബന്ദികളാക്കിയപ്പോൾ ഉന്നയിച്ചത്. ബലൂച്ച് ലിബറേഷൻ ആർമി തട്ടിയെടുത്തിട്ട് ഏതാണ്ട് 24 മണിക്കൂർ ആവുകയാണ്. ഈ ട്രെയിൻ റാഞ്ചിയിട്ട് ഇപ്പോഴും ആളുകളെ മോചിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്നുള്ളതാണ്. അപർണ കുറുപ്പാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇനി